ശ്രീകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള അതിരൂക്ഷമായ സൈബർ ആക്രമണം, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വിവിധ യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഒക്കെ ഒപ്പം വന്ന് ഇതിലൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ആക്രമണം. യഥാർത്ഥത്തിൽ ഇത് തടയാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയേണ്ടതായിരുന്നില്ലേ? നോക്കൂ ശ്രീ ശരത്ത്, ഈ സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ കക്ഷികളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ചില വിഭാഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് കോൺഗ്രസ്സുകാരാകണമെന്നൊന്നുമില്ല. കാരണം എതിർ പക്ഷത്ത് നിന്നും വേണമെങ്കിൽ കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് ഇത്തരം ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥ കോൺഗ്രസ് ഏത് വിഷയത്തിലെടുത്ത നടപടിയാണെങ്കിലും അതിനെ അംഗീകരിക്കും. അതിനെ എതിർത്തുകൊണ്ട് ആ രംഗത്ത് വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നേതാക്കളെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരാണെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് 2 ദിവസം മുമ്പ് തന്നെ KPCC തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശമാണെന്ന് എറണാകുളം DCC പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസിൻ്റെ നേതാക്കളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആക്ഷേപിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സുഖം നേരാൻ ഉണ്ടാകാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ സുഖമൊന്നും കോൺഗ്രസ്സിൽ അനുവദിക്കില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈബർ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകാവുന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഗൗനിക്കുന്നുമില്ല. അത് അക്കാര്യത്തിലൊരു നടപടിയുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ കോൺഗ്രസ്സുകാർ യഥാർത്ഥ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരല്ല എങ്കിൽ പിന്നെ ആർക്കെതിരെ നടപടിയെടുക്കുക? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു ഗൗരവം കാണുന്നില്ല. അത് അങ്ങനെ ആനന്ദം കാണുന്നവർ ആനന്ദം കണ്ടോട്ടെ. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും എടുത്ത ഏത് തീരുമാനവും അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ചതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ പരസ്യമായ അഭിപ്രായ വ്യത്യാസ പ്രകടനങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശ്രീകുമാർ, ശരിയാണ്. താങ്കൾ ഈ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടയാൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്, ഈ സൈബർ ആക്രമണം നേരിടേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് നേരെയില്ല. എന്തുകൊണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവിലേക്കത് വരുന്നു? പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ അടക്കം പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണ്, ആ ബോധ്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിലാണ് വലിയ തരത്തിൽ ഈ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരാകുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ആക്രമണം എന്തിന് അദ്ദേഹം നേരിടണം? അത് വരേണ്ടത് KPCC പ്രസിഡന്റ് നേരെയല്ലേ, അല്ലെങ്കിൽ KPCCക്ക് നേരെയല്ലേ? നല്ലൊരു ചോദ്യമാണ് ശ്രീ ശരത്തെ താങ്കൾ ചോദിച്ചത്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് കേരളത്തിൽ കോൺഗ്രസ് വിരുദ്ധ വിഭാഗങ്ങൾ കൂടുതൽ ആക്രമണം നടത്തുന്നത് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടും VD സതീശനെതിരായിട്ടും പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരായിട്ടും അതുപോലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ടുമാണ്. ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായിട്ട് കുറച്ച് മാസങ്ങളിലേ ആയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേതൃത്വം വഹിച്ചത് VD സതീശനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ ചില പ്രസ്താവനകൾ, പ്രത്യേകിച്ച് അസംബ്ലിയിൽ അതുപോലെ പുറത്തും, അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പുറത്ത് UDF ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ, പ്രത്യേകിച്ച് CPM ഭരണവിഭാഗത്തിനെതിരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം പ്രവർത്തകർ CPM-നോട് ചേർന്ന് നിൽക്കുന്നവരും കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് അവർ VD സതീശനെ ലക്ഷ്യം വെക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ കോൺഗ്രസ്സുകാരല്ല ലക്ഷ്യം വെക്കുന്നത്. VD സതീശനെതിരായ നീക്കം നടത്തുന്നത് CPM-ൽ നിന്നുള്ളവരാണ്. അത് നമ്മുടെ പാലക്കാട് കണ്ടു. പാലക്കാട് CPM-ൻ്റെ അജണ്ട VD സതീശൻ വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു. നിലമ്പൂരിൽ അത് തന്നെയായിരുന്നു, VD സതീശൻ വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ VD സതീശനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള CPM-ൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അസംബ്ലിയിൽ അദ്ദേഹം അറിയാമല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ ഇത് രാഷ്ട്രീയ എതിരാളികളായി നിൽക്കുന്നവർക്ക് നേരെ കൊടുക്കാവുന്നൊരു വിമർശനമോ നിരീക്ഷണമോ മറുപടിയോ ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഇതിൽ അവരെല്ലാം ഗാലറിയിലിരുന്ന് കളി കാണുന്ന ആളുകൾ മാത്രമാണ്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവാണ് അവരുടെ കണ്ണിലെ കരടായി നിൽക്കുന്നത്. ശക്തമായ ആക്രമണം അദ്ദേഹത്തിന് നേരെയാണ്. താങ്കളത് ആ നിലയിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് സ്വാഭാവികമാണ്. അത് ബുദ്ധിമുട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ യഥാർത്ഥ കോൺഗ്രസ്സുകാരല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്.